എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ചെമ്മീൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. ഡൈനാമൈറ്റ് ഷ്രിംപ് അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്റ്റാർട്ടറാണിത്. അപ്പോൾ നമ്മൾ റംസാൻ്റെയൊക്കെ ടൈമിൽ നോമ്പ് തുറയ്ക്കൊക്കെ സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. സൂപ്പർ ടേസ്റ്റാണ്, അത് ഞാൻ 100% ഗ്യാരണ്ടി പറയുന്നു. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് പിന്നെയും ഇത് കഴിക്കണമെന്ന് തോന്നും, അത്ര ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഡൈനാമൈറ്റ് ഷ്രിംപ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ചെമ്മീനാണ്. ഞാനിവിടെ 1/4 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി വൃത്തിയാക്കി കഴുകി എടുത്തിരിക്കുന്ന ചെമ്മീനാണ്. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വെള്ള കളറിലുള്ള കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി നമുക്കിതിലേക്ക് പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കണം. അത് ഞാൻ 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പാപ്രിക്ക പൗഡറൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊന്നും പാപ്രിക്ക പൗഡർ കിട്ടിയില്ലെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഒതൻറ്റിക് റെസിപ്പിയൊന്നും അല്ല കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർത്താൽ, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാനിതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണിനടുത്ത് സോയാ സോസ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ആ ഒരു കോഴിമുട്ട നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഈ സോയാ സോസിലും മുട്ടയിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അപ്പം ഞാനിവിടെ സോയാ സോസും മുട്ടയും ചെമ്മീനൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാരിനേറ്റ് ആവാനായിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വയ്ക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് ഇതിനൊരു കോട്ടിംഗ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് മൈദയും കൂടി വേണം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് മൈദയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മിക്സഡ് ഹെർബ്സ് ആണ്. മിക്സഡ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പിയിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. അത് ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ മൈദയും കോൺഫ്ലവറും ഹെർബ്സും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കോട്ടിങ്ങിനുള്ള പൊടിയൊക്കെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റായി. ഇനി നമുക്ക് ഈ ചെമ്മീൻ വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഈ കോൺഫ്ലവറിൻ്റെയും മൈദയുടെയൊക്കെ മിക്സിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോരോ ചെമ്മീനായിട്ട് നമ്മുടെ ഈ പൗഡറിൻ്റെ മിക്സിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ചെമ്മീനൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാവാനായിട്ട് വെക്കണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം. ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റുക. അതിനുശേഷം നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെമ്മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇത് വറുത്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു സോസ് തയ്യാറാക്കണം. ആ സോസാണ് നമ്മുടെ പ്രോൺസ് ഡൈനാമൈറ്റ് അല്ലെങ്കിൽ ഡൈനാമൈറ്റ് ഷ്രിംപിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ സോസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ എഗ്ഗ്ലെസ് മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. മയോണൈസൊക്കെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഏതാണ്ട് ഒരു 1.5 ടേബിൾ സ്പൂണിനടുത്ത് റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സോസ് നമ്മുടെ മയോണൈസുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ മയോണൈസിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു റെഡിഷ് കളറിലേക്ക് വരും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആയോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിളച്ച എണ്ണയിൽ നിന്നും മാറ്റി നമ്മുടെ മയോണൈസിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ നമ്മുടെ ചെമ്മീൻ വറുത്തത് മയോണൈസിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ആ മയോണൈസ് നമ്മുടെ ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡൈനാമൈറ്റ് ഷ്രിംപ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, നല്ല രസമാണ് നമുക്കിത് കഴിക്കാനായിട്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പാർട്ടിയോ ഫംഗ്ഷനോ ഒക്കെ നടത്തുമ്പോൾ നല്ലൊരു സ്റ്റാർട്ടറായിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.